നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൊരു കഥയാണത്. കുട്ടന്റെയും മുട്ടന്റെയും കഥ. രണ്ടാടുകളാണ്. ഒന്നിന്റെ പേര് കുട്ടൻ, രണ്ടാമത്തെ പേര് മുട്ടൻ. അങ്ങനെ ഈ രണ്ടാടുകളും ജീവിച്ചിരുന്നത് ഒരു കാടിനോട് ചേർന്നിട്ടുള്ള ഒരു ഭവനത്തിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോ പന്നി ശല്യം, നായ ശല്യം, ചെന്നായ ശല്യം എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു അടുത്താണ് അത് അവരുടെ വീടുണ്ടായിരുന്നത്. അപ്പൊ ആ വീട്ടിലെ കർഷകനാണ് ഈ രണ്ടാടുകളെയും വളർത്തിയത്. ഇവര് കാട്ടിൽ പോയിട്ടാണ് തീറ്റ സമ്പാദിക്കാറ്. അങ്ങനെ ഈ കാട്ടിൽ പോയിട്ട് മേഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരും. രണ്ടുപേരും നന്നായി തുടുത്ത് സുന്ദരന്മാരായി. ഇതൊക്കെ കണ്ടുകൊണ്ട് കാട്ടിലെ ഒരു ചെന്നായ വസിക്കുന്നുണ്ടായിരുന്നു. ഈ ചെന്നായ എങ്ങനെയെങ്കിലും ഈ ആടിനെ തിന്നണം എന്നുള്ള ഒരു ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. പക്ഷെ അത് പിടിക്കാനായിട്ടുള്ള ഒരു ധൈര്യമില്ല. കാരണം ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റാൾ വന്ന് കുത്തും. അപ്പൊ അത് കാരണം എന്തായാലും രക്ഷയുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു ചെന്നായ. നമ്മുടെ മഹാഭാരതത്തിലെ ഒരു ശകുനി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? മനുഷ്യന്മാരെ തമ്മിൽ തല്ലിപ്പിക്കാനായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ആള്. നമ്മുടെ ലോകത്ത് അന്ധകാരം വിതയ്ക്കുന്ന, നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന, നെഗറ്റീവ് മാത്രം സംഭവിക്കും എന്നൊരാളെ കുറിച്ച് പ്രവചിക്കുന്ന ആളുകളൊക്കെ അതിൽ പെടും. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. എന്ത് കാരണം കൊണ്ടും അവരതിലേക്ക് ആ നെഗറ്റീവിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ശകുനി. അതിൻ്റെയൊക്കെ ഒരു പ്രതിനിധി എന്ന വണ്ണം നമുക്ക് ചെന്നായ വേണമെങ്കിൽ കാണാം. അങ്ങനെ ഈ ചെന്നായ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നറിയാം. കാരണം അത്ര സ്നേഹം അവർ തമ്മിൽ, നല്ല മനസ്സുള്ളവരാണ്. അപ്പോൾ തനിച്ച് കൊണ്ടുപോയി കാട്ടിലേക്ക് മേയാൻ വരുമ്പോൾ കുട്ടനെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, കുട്ടാ, മുട്ടനുണ്ടല്ലോ, നിന്നെ പറ്റി നിനക്ക് ശക്തിയൊന്നുമില്ല, മസിൽ നിന്റെ കുറവാന്നാ പറയുന്നത്. ആ രീതിയിൽ ആളിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതുപോലെ തന്നെ മുട്ടനോടും അത് തന്നെ പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം, ഒരു 1.5 മാസം അങ്ങനെ ഒരു ചെന്നായനെ കാണുമ്പോൾ ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം ഇവർ രണ്ടുപേരും മേയാൻ പോകുന്ന നേരത്ത് ഒരു ദിവസം ചെന്നായ പ്രത്യക്ഷപ്പെട്ട് രണ്ടുപേരോടായിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ പേടിയില്ല ചെന്നായിക്ക്. അപ്പോൾ രണ്ടുപേരോടായിട്ട് പറഞ്ഞു, നിങ്ങളിൽ നമുക്കൊരു ശക്തി പരീക്ഷണം നടത്തണം. അപ്പോൾ നിങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തിമാൻ എന്ന് കണ്ടെത്തണം. അതാണ് ആ ശക്തി പരീക്ഷണം. അതിനു വേണ്ടിയിട്ട് ഞാൻ 3 വര വരയ്ക്കാം. ഒന്ന് ഓടി വരേണ്ട വര, ഒന്ന് നടുക്കില് നിങ്ങൾ തലകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ആരാണ് ശക്തിമാൻ എന്ന് ആ വരയിൽ വെച്ചിട്ട് വേണം കൂട്ടിയിടിക്കാൻ. അപ്പൊ ഞാനവിടെ റഫറി പോലെ അവിടെ നിൽക്കാം. അപ്പോൾ നിങ്ങൾ ശരിക്കും തന്നെയാണോ ഓടി വരണേ എന്നുള്ളതൊക്കെ ഗൈഡൻസ് ഒക്കെ തരാം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ശരി, നമുക്കൊരു ഡേറ്റ് നിശ്ചയിച്ചു. അങ്ങനെ 2 ആടുകളും കൂടി വിപരീത ദിശയിൽ നിന്ന് ഓടി വന്ന് നെറ്റികൾ തമ്മിൽ ശക്തിയായി ചേർത്തിടിച്ചു. അപ്പോൾ ഇവര് കുറേ നേരം കാത്തു. അന്നൊന്നും കിട്ടിയിട്ടില്ല ചെന്നായിക്ക്. കുറേ നേരം കാത്തു. പക്ഷെ ഇവരുടെ ശക്തിയുള്ള ഒരാളായ കാരണം ഇവർ രണ്ടുപേരിലും ആരും തോൽക്കുന്നില്ല. അങ്ങനെ വിശപ്പ് സഹിക്കാൻ പറ്റാതായി തുടങ്ങി ചെന്നായിക്ക്. അപ്പൊ ഇവരുടെ തലയിൽ നിന്നാണെങ്കിൽ ചോര ഇത്തിരീശ അങ്ങനെ ഒറ്റി വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ പറ്റിയ സമയം, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ചെന്നായ എന്ത് ചെയ്തു വെച്ചാൽ രണ്ടുപേരും കൂടി കൂട്ടിയിടിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് ചോര അവിടെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഒറ്റി വീണിട്ടുണ്ട്. അതെങ്കിലും കുടിക്കാം എന്ന് ചെന്നായ വിചാരിച്ചു. അങ്ങനെ ചെന്നായ പോയി ഈ ചോര നക്കുകയായിരുന്നു. ആ നേരത്താണ് നമ്മളെ 2 ആടുകളും വന്ന്, അവരൊന്നും ആലോചിക്കുന്നില്ല. ഈ 2 ആടുകളുണ്ടല്ലോ, ഇപ്പൊ അവര് ഭയങ്കര ഈഗോ മാത്രമാണ് അവരുടെ വിഷയം. അവരുടെ പബ്ലിസിറ്റിയാണ് അവരുടെ പ്രശ്നം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രശ്നമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ യാതൊന്നും അവർ ചിന്തിക്കില്ല. അത്രയും മൂത്തട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി വേറെ എന്താണ് വഴിയിൽ തടസ്സം എന്നൊന്നും നോക്കുന്നില്ല. ഇവര് രണ്ടുപേരും ശക്തിയിൽ വന്നാൽ കൂട്ടിയിടിച്ചു.
കൂട്ടിയിടിച്ച വശം ചെന്നായയുടെ തല തകർന്ന് ചെന്നായ മരിച്ചു. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ഭാഗം ചേർന്ന് സഞ്ചരിക്കുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരിൽ നമ്മൾ ഒതുങ്ങിയിരിക്കണം. നമ്മൾ അവർ പറയുന്നത് അനുസരിച്ച് നീങ്ങാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരായ ജനങ്ങൾ കുറച്ച് ഭാഗമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടിട്ട് ആരിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാതെ കണ്ടവരുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് മനസ്സിൽ നന്മയുള്ള മനുഷ്യർ ഒന്ന് ശ്രദ്ധിക്കണം. നന്മയെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, നന്മയുള്ളവരെ കണ്ണിച്ചേരുക. അങ്ങനെ നല്ലൊരു ലോകം നമ്മൾ തന്നെയാണ് നമുക്കുള്ള നരകവും നമ്മുടെ സ്വർഗവും നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പം നല്ല മനുഷ്യർ കണ്ണു ചേർന്ന് കഴിഞ്ഞാൽ ഭൂമി ഒരു സ്വർഗാകില്ലേ? താങ്ക് യു.